നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പം പറയാൻ പോകുന്നത് സ്ത്രീകളുടെ സിദ്ധൌഷധമായ യോഗയെ പറ്റിയിട്ടാണ്. യോഗ സ്ത്രീകളുടെ സിദ്ധൌഷധം. സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യായാമ പദ്ധതിയാണ് യോഗ. ശാരീരികമായ അവരോടൊത്തു മാത്രമായ സർവ പ്രശ്നങ്ങൾക്കും യോഗ ഒരു ശാശ്വത പരിഹാരമാണ്. കഴിഞ്ഞ 60 വർഷത്തെ അറിവും അനുഭവമാണ് അസംഖ്യമായ പ്രഖ്യാപിക്കാൻ എന്ന് പ്രേരിപ്പിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ പെൺകുട്ടികളും സ്ത്രീകളും ഇഷ്ടപ്പെടുന്നത് യോഗ ക്ലബ്ബുകളാണ്. ബ്യൂട്ടി പാർലർ, അഴകും ആരോഗ്യവും പ്രൗഢിയും ആകാര ഭംഗിയും ആകർഷിതവുമായ എല്ലാ യോഗാഭ്യാസത്തിൻ്റെയും വാഗ്ദാനങ്ങളാണ്. യോഗ അഭ്യസിക്കുന്ന സ്ത്രീകൾക്ക് പ്രസവം ഒരു പേടി സ്വപ്നമോ പ്രശ്നമോ ആകുന്നില്ല. സാധാരണ കണ്ടുവരുന്ന ആർത്തവ സംബന്ധമായ പല അസ്കിതകളും കുറച്ച് ദിവസത്തെ യോഗ പരിശീലനം കൊണ്ട് നിശേഷം എന്നൊക്കെയുമായി മാറിയിട്ടുള്ളതായി അനേകം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. സ്ത്രീകൾ ആവർത്തന കാലത്തും ഗർഭിണികൾ ആദ്യത്തെ 2 മാസത്തിന് ശേഷവും പ്രസവാന്തരം 3 മാസവും യോഗ അഭ്യസിക്കാൻ പാടില്ല. ഇരിക്കുന്ന ആസനകൾ പത്മാസനം, വജ്രാസനം മുതലായവ ഏത് വേണമെങ്കിലും ആകാം. പ്രസവം കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം ദിവസവും കുറച്ചെങ്കിലും യോഗ അഭ്യസിച്ചു കൊണ്ടിരുന്നാൽ പ്രസവിച്ച സ്ത്രീയാണെന്ന് പറയാൻ പറ്റാത്ത സൗകര്യം സംജാതമാക്കുന്നതാണ്. സ്ത്രീകളോട് മാത്രമായ ചില പ്രശ്നങ്ങൾക്കും അവരുടെ ആരോഗ്യ നിലവാരം പൊതുവായി മെച്ചപ്പെടുത്തുന്നതിനും ഉദിക്കുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ള യോഗാഭ്യാസങ്ങളുടെ ഒരു പട്ടിക താഴെ കൊടുത്തിട്ടുണ്ട്. ആർത്തവ പ്രശ്നങ്ങൾ. ഇന്നത്തെ പെൺകുട്ടികളിൽ നല്ലൊരു വിഭാഗത്തിനും ആർത്തവം ഒരു പേടി സ്വപ്നമാണ്. പ്രധാനമായി 4 പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. 1. ആർത്തവം നീണ്ടു നിൽക്കുകയും ബ്ലീഡിംഗ് കൂടുതലായിരിക്കുകയും ചെയ്യുക, മെനോറിയ. വേദനയോടുകൂടിയ ആർത്തവം, ഡിസ്മെനോറിയ. 3. ആർത്തവം ഉണ്ടാകാതിരിക്കുക, എമനോറിയ. 4. വെള്ളപ്പോക്ക്, ലുക്കേറിയ. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പ്രതിദിനം യോഗ ചികിത്സ നിർദ്ദേശിച്ചിട്ടുള്ള ആസനകൾ താഴെ പറയുന്നു. 1. വിപരീതീകരണി മുദ്ര 3 മിനിറ്റ്. 2. സർവഗംഗാസനം 3 മിനിറ്റ്. 2 സർവാംഗാസനം 3 മിനിറ്റ്. 3 ഫലാസനം 5 തവണ. 4 മത്സ്യാസനം 2 മിനിറ്റ്. 5 സുപ്തവജ്രാസനം 2 മിനിറ്റ്. 6 ത്രികോണാസനം 1, 2, 3 5 വീതം ഓരോന്നും. 7 മൂലബന്ധം 2 മിനിറ്റ്. 8 ശവാസനം 5 മിനിറ്റ്. ശവാസനം 10 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളിൽ വെള്ളപ്പോക്ക് എന്നത് സ്വാഭാവികമാണ്. കഫം പോലെ കെട്ടിയിടിക്കുക, വെളുത്ത നിറം ഇല്ലാതിരിക്കുക, ദുർഗന്ധ ഉണ്ടാകാതിരിക്കുക, കൂടുതലായി കാണുക. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാക്കേണ്ടതേ ഉള്ളൂ. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും കണ്ടാൽ താഴെ കുറിക്കുന്ന ഔഷധങ്ങളിൽ കൂടി സേവിക്കാം. 1 ടീസ്പൂൺ ഉലുവ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് കാലത്ത് അതെടുത്ത് നല്ലപോലെ അമ്മിക്കല്ലിൽ അരച്ച് 4 സ്പൂൺ പശുവിൻ പാൽ കാച്ചരുത് കലക്കി കാലത്ത് വെറും വയറ്റിൽ 7 ദിവസം കഴിക്കുക. മരുന്ന് കഴിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞ് മറ്റെന്തെങ്കിലും
കഴിക്കാവുള്ളൂ. അപ്പം ഇതാണ് സ്ത്രീകളുടെ സിദ്ധൌഷധമായ യോഗയുടെ വിവരണങ്ങൾ. നിങ്ങൾക്ക് ഞാൻ വായിച്ചത് നന്നായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ വായിച്ചത് നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം തരുന്ന ഒരു കുറിപ്പാണ് ഇത്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ആർത്തവത്തിൻ്റെ ഓരോ 4 കാര്യങ്ങളുണ്ടല്ലോ, അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ 8 യോഗാസനങ്ങൾ, ഇത് ഞാൻ പറയുമ്പം നിങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ചെയ്ത് നിങ്ങൾ പതിയെ ഈ യോഗ ഒക്കെ ചെയ്ത് ശീലിക്കുക. ഇത് ചെയ്യുമ്പം ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇനി ഞാൻ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല. ഞാൻ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയുമായി ഞാൻ വേഗം വരാം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബായ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കാം.